Hi friends, I am Jasmin. Welcome back to our channel. We are now in Fort Kochi-Muziris Biennale. COVID is the Biennale. So, we will see video the Biennale. So, Biennale is the building Biennale and complete details in the video. So, video support. So, video. We are now in Kochibiennale main venue Aspen Wall. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ബിനാലയുടെ ടൈമിംഗ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ രാവിലെ 10:30 ആയി. അപ്പോഴേക്കും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ബിനാലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരാൻ നോക്കണം. കാരണം പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആസ്പിൻ വാൾ ബിൽഡിങ്ങിലാണ് ശരിക്കും ടിക്കറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് മൈ ഷോ വഴി നമ്മൾ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പ് വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനും ചിൽഡ്രൻസിനും 50 രൂപയും സീനിയർ സിറ്റിസന് 100 രൂപയും അഡൽട്ടിന് 150 രൂപയുമാണ്. പിന്നെ വീക്കിലി മന്ത്ലി ടിക്കറ്റ്സും അവൈലബിൾ ആണ്. വീക്കിലി ടിക്കറ്റ്സിന് 1000 രൂപയും മന്ത്ലി ടിക്കറ്റ്സിന് 4000 രൂപയുമാണ്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഡേ ടിക്കറ്റ് ആണ്. അതിന് 150 രൂപയാണ്. നമുക്ക് ഇന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് ആസ്പിൻ വാളിലെ അഡ്മിൻ ബ്ലോക്കിലേക്കാണ്. അഡ്മിൻ ബ്ലോക്കിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആദ്യം കയറുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെ ആർട്ട് വർക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു മാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നോക്കി നമുക്ക് എത്രത്തോളം ആർട്ട് വർക്കാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കയറുന്നതിന് മുമ്പായിട്ട് ഓരോ റൂമിന്റെയും പുറത്ത് ആ റൂമിന്റെ അകത്തുള്ള കലാസൃഷ്ടിന്റെ ഒരു ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അത് ഇംഗ്ലീഷിലാണുള്ളത്. അത് വായിച്ചിട്ട് ശേഷം നമുക്ക് അകത്ത് കയറി ഈ ആർട്ട് വർക്ക് കാണാം. ആദ്യത്തെ റൂമിൽ തന്നെ ശരിക്കും നല്ല അതിശയിപ്പിക്കുന്ന ഒരു ആർട്ട് വർക്ക് തന്നെയാണുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ചങ്ങല പോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ചെലങ്കയുടെ മുത്തുകൾ പോലെ തോന്നുന്ന മുത്താണ്. പക്ഷെ അങ്ങനെ കിലുക്കൊന്നുമില്ല. ചെലങ്കയുടെ മുത്ത് പോലത്തെ തീരെ ചെറുതുമല്ല, ഇച്ചിരി വലുതാണ്. പിന്നെ സിൽവർ ചങ്ങലയാണ്, അതായത് വെള്ളി കൊലുസ് പോലത്തെ ചങ്ങലയാണ്. പിന്നെ ഇവിടെയുള്ള ആർട്ട് വർക്കുകളിലെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ടച്ച് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ 1-2 ആർട്ട് വർക്കുകളിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് മൃദുവായി തൊടാം അല്ലെങ്കിൽ ചെറുതായിട്ട് തൊടാം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആർട്ട് വർക്കാണിത്. ഇത് ശരിക്കും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തട്ടി പോകുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഭിത്തിയിലൊക്കെ കുറേ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3D എഫക്റ്റ് പോലെയൊക്കെ തോന്നും. അങ്ങനെ ചിത്രങ്ങൾ വരച്ചതിൻ്റെ അകത്തായിട്ടാണ് ഈ ചങ്ങല പോലെ ഈ ചിലങ്കയുടെ മുത്ത് പോലെ കെട്ടിയിരിക്കുന്നത്. ഒരുപാട് വെന്യൂകളിലായിട്ടാണ് ഈ ബിനാലെ നടക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ആസ്പിൻ വാൾ ഒരു പ്രധാന വെന്യൂ ആണ്. ഒരുപാട് ഇൻസ്റ്റലേഷൻസും ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ഉള്ളത് ഈ ബിൽഡിങ്ങിലാണ്. മാത്രമല്ല പെപ്പർ ഹൗസ്, ആനന്ദ് വെയർ ഹൗസ് അങ്ങനെയുള്ള വേറെ ബിൽഡിങ്ങുകളിലും ബിനാലയുടെ ആർട്ട് വർക്കുകളുണ്ട്. മാത്രമല്ല സ്റ്റുഡൻസ് ബിനാലയും ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. സ്റ്റുഡൻസ് ബിനാലെ നടക്കുന്നത് ട്രിവാൻഡ്രം വെയർ ഹൗസ്, VKL വെയർ ഹൗസ്, KVN ആർക്കേഡ് അങ്ങനെയുള്ള കുറച്ച് ബിൽഡിങ്ങുകളിലാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ ഒരു മാപ്പ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നേരത്തെ ബിനാലേക്ക് വരുമ്പോഴാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഈ മാപ്പും കൂടെ തരുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ മാപ്പ് തന്നില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചു മാപ്പ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്, അവിടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അതിന് 20 രൂപ ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. നേരത്തെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊണ്ട് എവിടെയാണ്, ഏതൊക്കെ ബിൽഡിങ്ങുകളിലാണ്, എന്തൊക്കെ ആർട്ട് വർക്കാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഇതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു വീക്കിലി ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന പോലെ വന്നിട്ട് ഇത് കവർ ചെയ്യാം.
തുടങ്ങിയത് മുതൽ ബിനാലെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ബിനാലേക്ക് പോവുകയാണ്, നമുക്ക് ബിനാലയിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിനാലെ എന്താണെന്ന് അറിയാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി പറഞ്ഞുകൂടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിനാലെ എന്താണെന്ന് പറഞ്ഞുതരാം. ബിനാലെ എന്ന് പറയുന്നത് 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ആർട്ട് എക്സിബിഷനാണ്. വെനീസിൽ ഇതുപോലൊരു ബിനാലെ ഉണ്ട്. അപ്പോൾ ആ ബിനാലയുടെ മാതൃകയിലാണ് നമ്മുടെ കൊച്ചി ബിനാലയും നടത്തുന്നത്. ഇപ്പോഴത്തെ ബിനാലെ എന്ന് പറയുന്നതിൽ 14 രാജ്യങ്ങളിലായിട്ട് 90-ലധികം ആർട്ടിസ്റ്റുകൾ 200-ലധികം സൃഷ്ടികളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനമാണ്. അപ്പോൾ അത് വന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം. ആദ്യ ബിനാലെ തുടങ്ങിയത് 2012-ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ 2 വർഷം കൂടുമ്പോഴാണ് ബിനാലെ നടക്കുന്നതെന്ന്. അപ്പോൾ 2012, 2014, 2016, 2018 അവിടെ വരെ കറക്റ്റായിട്ട് പോയി. പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് 2020 സമയത്തിൽ നടത്താൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് നടത്തുന്നത് 2022. ഇപ്രാവശ്യത്തെ ബിനാലെ സ്റ്റാർട്ട് ചെയ്തത് 2022 ഡിസംബർ 12-നാണ്. ഇത് അവസാനിക്കുന്നത് ഏപ്രിൽ 10, 2023-നാണ്. ഏകദേശം ഒരു 4 മാസത്തോളം നമുക്ക് ഈ ബിനാലെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. ഇപ്രാവശ്യത്തെ ബിനാലയുടെ ഒരു തീം എന്ന് പറയുന്നത് നമ്മുടെ സിരകളിൽ ഒഴുകുന്ന മഷിയും തീയും എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ആർട്ട് വർക്കും വെച്ചിരിക്കുന്നതിൻ്റെ റൂമിൻ്റെ പുറത്തായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടാവുന്നു. അത് നമുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാമെന്ന് പറഞ്ഞില്ലേ. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവണമെന്നില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവും, പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എല്ലാം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ റൂമിലും ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ആ റൂമിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ പറഞ്ഞുതരും. ഇൻ കേസ് നമുക്കിതെല്ലാം മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ആർട്ട് എക്സിബിഷൻ അല്ലേ, ഇവിടെ വന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരു ബിനാലയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാത്തിരിക്കും അടുത്ത ബിനാലേക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ 2016-ലാണ് ആദ്യം വന്നത്, പിന്നെ 2018 വന്നു, പിന്നെ 2020 നടത്താത്തതിന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും. ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പം 2022 എനിക്ക് ആദ്യമൊന്നും വരാൻ പറ്റിയില്ല. എന്നിട്ടും ഞാൻ കിട്ടിയ സമയത്ത് ഓടി വന്നതാണ് ബിനാലെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ ബിനാലയിൽ കൂടുതലുള്ളത് ഡോക്യുമെൻ്ററീസും ചിത്രങ്ങളുമാണ്. ചിത്രങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും കളർ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ശരിക്കും നോക്കി നിന്ന് പോകും. ഇൻസ്റ്റലേഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡോക്യുമെൻ്ററീസ് ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് കാണാനുള്ള ടൈമില്ല. എല്ലായിടത്തും കയറി കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്തിട്ട് ഇറങ്ങാം. പിന്നെ കഴിഞ്ഞ ബിനാലകളിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റലേഷൻസിനും ഫോട്ടോസിനും ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്രാവശ്യം കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെയുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞത് ഈ സൗണ്ടിനും ലൈറ്റിനും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. ലൈറ്റും സൗണ്ടും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തെന്ന് നമുക്ക് ഫീൽ ചെയ്യും.
നമ്മൾ അഡ്മിൻ ബ്ലോക്കിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇൻഫർമേഷൻ സെന്ററിന്റെ അടുത്തായിട്ടൊരു ഷോപ്പുണ്ട്. ബിനാലെ കട അല്ലെങ്കിൽ ബിനാലെ ഷോപ്പ് എന്നാണ് എൻ്റെ പേര്. അവിടെ ഒരുപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കൈത്തറി വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും ഓർണമെന്റ്സ്, പിന്നെ ചെരുപ്പുകൾ, പിന്നെ ബിനാലയുമായി ബന്ധപ്പെട്ട കുറേ വസ്തുക്കൾ അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കയറിയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്കത് വാങ്ങിക്കാം. നമ്മൾ ബിനാലെ കടയിൽ നിന്ന് നേരെ പോകുന്നത് മുള കൊണ്ടുള്ള ഒരു ആർട്ട് വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ബിൽഡിങ്ങിന്റെ അകത്തല്ല വെച്ചിരിക്കുന്നത്. ഒരുപാട് ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ നടുഭാഗത്തായിട്ട് ഒരു മുറ്റം പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ഓപ്പൺ എയറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ആർട്ട് വർക്കാണ്. ഇതിന്റെ അകത്ത് കൂടെ കയറിയാണ് നമ്മൾ ഈ ആർട്ട് കാണുന്നത്. അതിന്റെ പുറമേ നിന്നുള്ള വ്യൂ ഇതാണ്. നമുക്ക് അകത്ത് കയറിയിട്ട് ഇതിന്റെ കാഴ്ചകൾ കാണാം. ഇതിന്റെ അകത്ത് കയറുമ്പോൾ നമുക്കൊരു ഊഞ്ഞാല് പോലെ മുള കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു കസേര പോലത്തെ സംഭവമുണ്ട്. അവിടെ നമുക്ക് കുറച്ചു നേരം ഇരിക്കാം. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ മുള കൊണ്ട് തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്ന് നല്ല സൗണ്ട് കേൾക്കും. ഇതിൻ്റെ അകത്ത് കൊട്ടാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല മ്യൂസിക് ഇതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റും. എനിക്കിത് കൊട്ടാൻ അറിയാത്തത് കൊണ്ടും കൊട്ടിയപ്പം അപശബ്ദം വന്നതുകൊണ്ടും ഞാനത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. നല്ല രസമാണ്. ഇതിന് കുറേ നേരം നമുക്ക് ഇങ്ങനെ കൊട്ടി നോക്കാം. പിന്നെ ഈ ബിനാലയുടെ കോർഡിനേഷൻ നല്ല അടിപൊളിയാണ്. എല്ലാ സ്ഥലവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളാണെങ്കിലും മരത്തിൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുടിവെള്ളം ആണെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിലും നമുക്ക് കുടിവെള്ളം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുടിക്കാം. പിന്നെ വാഷ്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം തന്നെ ക്ലീൻ ആണ്. അവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആളിനെയും നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ആസ്പിൻ വാളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയായിട്ട് ഒരു കഫറ്റീരിയ ഉണ്ട്. അവിടുന്ന് നമുക്ക് ചായ, കോഫി അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സ്, കട്ട്ലറ്റ്, ചെറിയ ബർഗർ, മിനി ബർഗർ, പിന്നെ ബിരിയാണി ഉണ്ട്. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ തോന്നിയത് റേറ്റ് അല്പം കൂടുതലാണ്. 2 കട്ട്ലറ്റിന് ചാർജ് വരുന്നത് 100 റുപ്പീസാണ്. പിന്നെ ഒരു ബർഗർ എന്ന് പറയുന്നതാണ്, നല്ല ചെറിയ ബർഗറാണ്. പക്ഷെ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 120 ആണ്. അതേപോലെ തന്നെ എല്ലാത്തിനും റേറ്റും കൂടുതലാണ്, സൈസും കുറവാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. കൈ കഴുകാനുള്ള സംഭവങ്ങളും വേസ്റ്റ് ഇടാനുള്ള ഐറ്റംസും എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് ഈ കൊച്ചി കായലുള്ള സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ ഈ സ്ഥലത്തോട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും എൻട്രി ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്നൊന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. ഈ കായലിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരുപാട് ബോട്ടുകൾ പോകുന്നതും ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലോട്ട് പോകുന്ന ജങ്കാർ സർവീസും അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ആസ്പിൻ വാളിൽ നിന്ന് നേരെ പെപ്പർ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ആസ്പിൻ വാളിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെപ്പർ ഹൗസിലെത്താം. രാവിലെ വണ്ടിയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെയും പാർക്കിംഗ് സൗകര്യം കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. പെപ്പർ ഹൗസ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. കാരണം പ്രേമം സിനിമയിലെ അവസാനത്തെ ക്ലൈമാക്സ് സീനിലൊക്കെ കാണിക്കുന്ന കേക്ക് ഷോപ്പിൻ്റെ ആ ഒരു സെറ്റൊക്കെ പെപ്പർ ഹൗസാണ്. അപ്പോൾ എല്ലാവർക്കും സിനിമയിൽ കണ്ട് പരിചയം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. ഇവിടെയും കുറേ ആർട്ട് വർക്കുകളുണ്ട്. പ്രധാനമായിട്ടും മുകളിലത്തെ നിലയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം, സമൂഹത്തിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം കാണിക്കുന്ന കുറേ ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതും നേപ്പാളി സ്ത്രീകളുടെയാണ്. അത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും പുറത്തേക്ക് സമൂഹത്തിലേക്ക് അവർ വരികയും പിന്നെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെയുള്ള അവരുടെ സംഭാവനയും ഒക്കെ കാണിക്കുന്ന ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ പെപ്പർ ഹൗസിൽ നിന്ന് നേരെ ആനന്ദ് വെയർ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ആനന്ദ് വെയർ ഹൗസ് ഉള്ളത് മട്ടാഞ്ചേരിയിലാണ്. ആനന്ദ് വെയർ ഹൗസിനോട് ചേർന്ന് തന്നെ ഒരു മഞ്ഞ കളർ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലും ബിനാലെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പുറത്ത് അങ്ങനെ പ്രത്യേകിച്ച് ബോർഡൊന്നും വെച്ചിട്ടില്ല. പക്ഷെ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞു ആ ബിൽഡിങ്ങിലും ബിനാലെ ഉണ്ട്, കുറച്ച് ആർട്ട് വർക്കുകളുടെ പ്രദർശനം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിൽ വരുമ്പോഴും ഇപ്പോൾ പെപ്പർ ഹൗസിലാണെങ്കിലും ആനന്ദ് വെയർ ഹൗസിലാണെങ്കിലും ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ വന്നിട്ട്
ടിക്കറ്റ് കൊടുക്കുമ്പോൾ അവർ ആ ബിൽഡിങ്ങിൻ്റെ പേര് ടിക്കറ്റ് ഒന്ന് വെട്ടിക്കളയും. അതായത് നമ്മളിവിടെ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി. ഒരു വട്ടം കൂടെ നമുക്കിവിടെ എൻട്രി ഇല്ല, കാരണം ഓൾറെഡി നമ്മൾ എൻട്രി ചെയ്യുന്നതിൻ്റെ തെളിവാണ് ഈ പേര് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു വട്ടമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മൾ കാഴ്ചകൾ കണ്ട് ഇറങ്ങണം. അപ്പോൾ ഇന്ന് സമയം ഏകദേശം ഒരു 5:30-5:45 ആയിട്ടുണ്ട്. 7 മണി വരെയാണ് ബിനാലെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ബിൽഡിങ്ങും കൂടെ കവർ ചെയ്തിട്ട് ഇന്നത്തെ ബിനാലെ കാഴ്ചകൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബിനാലയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിനാലയിലെ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ രാവിലെ ഒരു 10:30 ആയപ്പോൾ വന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:45 ആയിട്ടുണ്ട് വൈകുന്നേരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആനന്ദ് വെയർ ഹൗസിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കായൽ കാണാൻ പറ്റും. രാവിലെ നമ്മൾ പോയത് ആസ്പിൻ വാളിലും പിന്നെ അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം നമ്മൾ നേരെ പെപ്പർ ഹൗസിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ആനന്ദ് വെയർ ഹൗസിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും വരണം. വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 10 വരെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വന്നാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.